മഴക്കാലം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പകർച്ചവ്യാധികളുടെ സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള ചില അസുഖങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് മഴക്കാലത്ത് കാണുന്ന പകർച്ചവ്യാധികൾ, കുട്ടികളിൽ ഉണ്ടാകുന്ന പകർച്ചവ്യാധികളെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഏതൊരു അസുഖവും നമ്മൾ വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത്. ചെറിയ ശ്രദ്ധ കൊണ്ട് നമുക്ക് ഈ അസുഖങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ മഴക്കാല അസുഖങ്ങളെക്കുറിച്ചും രോഗം വരാതെ നോക്കാനുള്ള ചില കാര്യങ്ങളാണ് പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. മഴക്കാലത്ത് പടർന്നു പിടിക്കുന്ന അസുഖങ്ങളെ നമ്മൾ സാധാരണഗതിയിൽ പ്രധാനമായിട്ട് 3 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ തരം കൊതുക് പരത്തുന്ന അസുഖങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ടത് ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, ജാപ്പാനീസ് എൻകഫലൈറ്റിസ് പോലെയുള്ള പനികളാണ്. രണ്ടാമത്തെ തരം വായുവിലൂടെ വാട്ടർ ബോണായിട്ട് വരുന്ന അസുഖങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് വയറിളക്ക രോഗങ്ങൾ, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് എ അഥവാ മഞ്ഞപ്പിത്തം പോലെയുള്ള അസുഖങ്ങൾ. ഇത് മലിനമായ ജലം, മലിനമായ ഭക്ഷണം എന്നിവയിലൂടെയാണ് പകരുന്നത്. മൂന്നാമത്തെ തരം എയർബോൺ ആയിട്ടുള്ള വായുവിലൂടെ പകരുന്ന അസുഖങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട് നമ്മൾ സാധാരണ കാണുന്ന ജലദോഷപ്പനി, കോവിഡ് അടക്കമുള്ള അസുഖങ്ങൾ വായുവിലൂടെയാണ് പകരുന്നത്. ഇനി നമ്മൾ ഡെങ്കിപ്പനിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും സാധാരണമായിട്ട് കാണുന്ന കൊതുക് ജന്യ രോഗങ്ങളിൽ, കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡെങ്കിപ്പനി. ഈഡിസ് ഈജിപ്റ്റി എന്ന് പറയുന്ന ഒരു കൊതുകാണ് ഈ അസുഖം പരത്തുന്നത്. നമ്മൾ സാധാരണ കാണുന്ന ഈ കറുപ്പും വെളുപ്പും പുള്ളികളുള്ള കൊതുകാണ് ഈഡിസ് ഈജിപ്റ്റി എന്ന് പറയുന്ന കൊതുക്. ഇതാണ് ഈ അസുഖം പരത്തുന്നത്. നമ്മൾ സാധാരണ ശക്തമായ പനി, പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായിട്ട് ശക്തമായ പനി, തലവേദന, കണ്ണിൻ്റെ പുറകിലുള്ള വേദന, ശരീരവേദന തുടങ്ങിയവയാണ് ഇതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. അധിക ആളുകളിലും, ഏകദേശം 90% ആളുകളിലും ഈ അസുഖം ഈ ഒരു വൈറൽ പനി പോലെ ഈ ഒരു പിക്ചർ വന്നിട്ട് സാധാരണ ഭേദമാകാറുണ്ട്. പക്ഷേ വളരെ ചുരുങ്ങിയ ആളുകളിലാണെങ്കിലും ഈ അസുഖം കുറച്ച് മാരകമാകാൻ സാധ്യതയുണ്ട്. ഇത് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഡെങ്കി ഹെമറാജിക് ഫീവർ, ഡെങ്കി ഷോക്ക് സിൻഡ്രോം തുടങ്ങിയ ഒരു വെറൈറ്റിയിലേക്ക് ഇത് പോവുകയും ഇത് മാരകമാകാനും മരണം വരെ സംഭവിക്കാനും സാധ്യതയുണ്ട്. ഈ സമയത്ത് രക്തത്തിലെ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയുകയും ബ്ലീഡിംഗ് ടെൻഡൻസി, ശരീരത്തിൽ ചുവന്ന പാടുകൾ മുതലായവ കാണാനും ആ സമയത്ത് സാധ്യതയുണ്ട്. ഇതൊക്കെ അസുഖം മാരകമാകുന്നതിൻ്റെ ലക്ഷണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രധാനമായിട്ടും നമ്മൾ ഈ അസുഖത്തിനെ തടയുക എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കൊതുകിൻ്റെ വളർച്ച തടയുക എന്നത് തന്നെയാണ് ഈ അസുഖം തടയാനുള്ള പ്രധാനപ്പെട്ട ഒരു പോംവഴി. നമ്മൾ മഴക്കാലം വരുന്നതിൻ്റെ മുമ്പ് ഒരു മഴക്കാല പൂർവ്വ ശുചീകരണം നമ്മളെ വീടിൻ്റെ ചുറ്റുവട്ടം നമ്മളെപ്പോഴും ചെയ്യേണ്ടതുണ്ട്. ഈ കൊതുക് ഏറ്റവും കൂടുതൽ വളരുന്നത്, ഈ ഈഡിസ് ഈജിപ്റ്റി കൊതുകുകൾ വളരുന്നത് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള ചെറിയ വെള്ളക്കെട്ടുകൾ, പിന്നെ ഈ ചെടിച്ചട്ടികൾ, മുട്ടത്തോടുകൾ, ചിരട്ടകൾ, ഫ്രിഡ്ജിൻ്റെ പിന്നിലുള്ള ഡ്രെയിനേജ്, ഇവിടെയൊക്കെയാണ് ഈ ഈഡിസ് ഈജിപ്റ്റി കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നത്. ഇത് നമ്മൾ മഴക്കാലത്തിൻ്റെ മുന്നേ തന്നെ ശുചീകരിക്കുകയാണെങ്കിൽ, ഇതൊക്കെ നമ്മളൊന്ന് കൺസേൺഡ് ആയിട്ട് എടുത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുകയാണെങ്കിൽ ഈ അസുഖം ഒരു പരിധി വരെ നമുക്ക് തടയാൻ കഴിയും. കൊതുക് കൊണ്ടുണ്ടാകുന്ന എല്ലാ അസുഖങ്ങളെയും നമുക്ക് ഈ ഒരു പരിധി വരെ നമുക്ക് തടയാൻ കഴിയും. കൊതുകുണ്ടാക്കുന്ന മറ്റ് 2 രോഗങ്ങളാണ് ചിക്കൻ ഗുനിയ ഫീവറും ജാപ്പാനീസ് എൻകഫലൈറ്റിസും. അത് നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ലെങ്കിലും ഈ കൊതുകിനെ തടയുന്നത് കൊണ്ട് നമുക്ക് ഈ അസുഖങ്ങളെയും കൂടി തടയാൻ കഴിയും. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസുഖം, കുട്ടികളിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസുഖം വയറിളക്കമാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ മലിനമായ ജലം, മലിനമായ ഭക്ഷണം എന്നിവയിലൂടെയാണ് രോഗാണുക്കൾ നമ്മുടെ കുട്ടികളുടെ ശരീരത്തിലേക്ക് കടക്കുന്നത്. ഈ വയറിളക്ക രോഗങ്ങളുടെ പ്രധാന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നിർജ്ജലീകരണമാണ്, ഡീഹൈഡ്രേഷൻ. ഇത് ശരീരത്തിൽ ജലാംശം നഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലവണങ്ങൾ നഷ്ടപ്പെടുന്നതുകൊണ്ട് കുട്ടികൾ പെട്ടെന്ന് ക്ഷീണിച്ചു പോകാനും നമ്മൾ കൃത്യമായ ചികിത്സ നൽകിയില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാനും സാധ്യതയുണ്ട്. ഇതും നമ്മൾ വിരൽ ചൂണ്ടുന്നത് നമ്മുടെ പേഴ്സണൽ ഹൈജീൻ അഥവാ വ്യക്തി ശുചിത്വം നന്നാക്കുന്നതിലൂടെ തന്നെ ഈ അസുഖവും നമുക്ക് തടയാൻ കഴിയും. വയറിളക്ക രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ നിർജ്ജലീകരണം തടയാനുള്ള, ഡീഹൈഡ്രേഷൻ തടയാനുള്ള മെഷേഴ്സ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എടുക്കേണ്ടതാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ORS ലായനി കൊടുക്കുക, ഉപ്പിട്ട കഞ്ഞിവെള്ളം, കൈക്കിൻ വെള്ളം തുടങ്ങിയവ കൊടുക്കുന്നത് നിർജ്ജലീകരണം തടയാൻ സഹായിക്കുന്നതാണ്. മൂന്നാമത്തെ ഒരസുഖം നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് കണ്ടുവരുന്നത് ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനിയാണ്. ഈ എലി മൂത്രം അടങ്ങിയിട്ടുള്ള വെള്ളത്തിൽ കുട്ടികൾ കളിക്കുമ്പോൾ കുട്ടികളുടെ കാലിലുള്ള ചെറിയ അബ്രേഷൻസിലൂടെ അല്ലെങ്കിൽ ചെറിയ മുറിവുകളിലൂടെ ഈ രോഗാണുക്കൾ ശരീരത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡെങ്കിപ്പനിക്ക് കാണുന്ന അതേ ലക്ഷണങ്ങൾ തന്നെയാണ് എലിപ്പനിക്ക് നമ്മൾ കാണുന്നത്. ശക്തമായ പനി, തലവേദന, കണ്ണിൻ്റെ പുറകിലുള്ള വേദന, കണ്ണ് ചുവപ്പ്, ശരീരവേദന തുടങ്ങിയവയൊക്കെയാണ് ഇതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ.
കൃത്യമായ സമയത്ത് കണ്ടെത്തി ചികിത്സ നടത്തിയിട്ടില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള അസുഖമാണ് ഈ എലിപ്പനിയും. മുൻകരുതലായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ എലിപ്പനിയും ഒരു പരിധിവരെ നമുക്ക് തടയാൻ കഴിയുന്ന അസുഖമാണ്. അതിൽ പ്രധാനപ്പെട്ടത് മഴക്കാലത്തിന് മുമ്പ് തന്നെ എലികൾ വളരാനുള്ള സാഹചര്യം, നമ്മുടെ വീട്ടിന് ചുറ്റുമുള്ള സാഹചര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ പറമ്പിലൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ, മഴക്കാലത്ത് പറമ്പിലിറങ്ങി കൃഷിയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരുടെ കാലിലൊരു കവറിങ് കൊടുക്കുന്നത്, ബൂട്ട് പോലെ ധരിക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ കൈകൊണ്ടുള്ള വർക്കാണ് ചെയ്യുന്നതെങ്കിൽ, മണ്ണ് ചളിവാരി കൈകൊണ്ടുള്ള വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ട് ഉപയോഗിക്കുന്നത് ഈ അസുഖം ഒരു പരിധിവരെ തടയാൻ കഴിയും. കുട്ടികൾ മലിനജലത്തിൽ കളിക്കുന്നത് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുവരുന്ന, മഴക്കാലത്ത് പ്രത്യേകിച്ച് കണ്ടുവരുന്ന അസുഖങ്ങൾ. അതൊക്കെ ഒരു പരിധിവരെ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ, വ്യക്തി ശുചിത്വത്തിലൂടെ, പരിസരം വൃത്തിയാക്കുന്നതിലൂടെ നമുക്ക് ഇതിനെയൊക്കെ തടയാൻ കഴിയും. ചുരുക്കത്തിൽ ചെറിയൊരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ ഈ മഴക്കാല അസുഖങ്ങളെ ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞു നിർത്താനും ഒരസുഖമില്ലാത്ത ഒരു മഴക്കാലം നമുക്കുണ്ടാക്കിയെടുക്കാനും കഴിയും. എല്ലാവർക്കും ആരോഗ്യപൂർണമായ സന്തോഷകരമായ ഒരു മഴക്കാലം ആശംസിക്കുന്നു.